ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SPC Chem Tutor. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് 2021 എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് IR സ്പെക്ട്രം ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. First of all, metal carbonyls. Metal carbonyls are the compounds of transition metals with carbon monoxide ligand is called metal carbonyls. So these carbonyls are of mainly two types: homolytic carbonyl compounds in which it contains only carbon monoxide as ligand. There is another class, that is heteroleptic carbonyl compounds which contains other ligands such as PPH3, PCl3, PM3, CN, Cl, etc. other than carbonyls. So such carbonyls are called heteroleptic carbonyls. So one thing is important is that CO is an unsaturated neutral ligand. CO is a neutral ligand. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. RHCO12 അതിൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അതായത് കാർബൺ മോണോക്സൈഡ് എന്താണ്, 0 ആണ് അതിൻ്റെ ചാർജ്. സോ മെറ്റൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. CO4 മൈനസ് ആകുന്ന സമയത്ത് മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ് ആണ്. FeCO6 2+ ആകുന്ന സമയത്ത് മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. ഇതെന്നൊക്കെ മനസ്സിലാവുന്നത് എന്താണ്, കാർബണൈൽ ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്. ഓക്കെ, ദെൻ മോണോന്യൂക്ലിയർ കാർബണൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മോണോന്യൂക്ലിയർ കാർബണൈൽസ് നമ്മൾ നേരത്തെ ഹോമോലിറ്റിക്കും ഹെട്രോലെപ്റ്റിക്കും പഠിച്ചു. അതിൽ വേറൊരു ക്ലാസിഫിക്കേഷനാണ് മോണോന്യൂക്ലിയർ. അതായത് കാർബണൈൽ കോമ്പൗണ്ട്സിൽ ഒറ്റ മെറ്റൽ സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളതിനെയാണ് മോണോന്യൂക്ലിയർ കാർബണൈൽസ് എന്ന് പറയുന്നത്. കാർബണൈൽസ് വിത്ത് 1 മെറ്റൽ സെൻറ്റേഴ്സ് പെർ മോളിക്യൂൾ ഇസ് കോൾഡ് മോണോന്യൂക്ലിയർ കാർബണൈൽസ്. എക്സാമ്പിൾ NiCO4, FeCO5, VCO6, CrCO6, CO4- എക്സെട്ര. അതിൽ ഈ രണ്ട് സ്ട്രക്ചേഴ്സ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചു വെക്കണം. എന്തെങ്കിലും രീതിയിൽ സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഞാൻ ഇതിൽ കുറച്ച് സ്ട്രക്ചേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സ്ട്രക്ചേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം ബൈ ഹാർട്ട് പഠിക്കണം. ഒന്നെങ്കിൽ മെറ്റൽ ബോണ്ടോ അല്ലെങ്കിൽ ബ്രിഡ്ജിങ് കാർബണൈൽസൊക്കെ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഇതിൽ NiCO4ൻ്റെ സ്ട്രക്ചർ ടെട്രാഹെഡ്രലാണ്. FeCO5ൻ്റെ സ്ട്രക്ചർ trigonal bipyramidal and it is DsP3 hybridized. Then polynuclear carbonyls in which contains more than 1 metal centers per molecule, that is homonuclear carbonyls. Homonuclear carbonyls means example Fe2CO9, CO2CO9. അതായത് മെറ്റൽ സെയിം ആയിരിക്കും, അതായത് പോളിന്യൂക്ലിയറിൽ. ഹെട്രോന്യൂക്ലിയർ കാർബണൈൽസിൽ ഡിഫറെൻറ്റ് മെറ്റൽസ്, ഒന്നിലധികമുള്ള ഡിഫറെൻറ്റ് മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടുള്ള കാർബണൈൽസ് ആയിരിക്കും ന്യൂക്ലിയർ കാർബണൈൽസ് എന്ന് പറയുന്നത്. വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ തന്നെ നോൺ ബ്രിഡ്ജഡ് ആൻഡ് ബ്രിഡ്ജഡ് കാർബണൈൽസ്. അതിൽ നോൺ ബ്രിഡ്ജഡ് കാർബണൈൽസ് കണ്ടെയ്ൻസ് ഓൺലി ടെർമിനൽ കാർബണൈൽസ്. എക്സാമ്പിൾസ് ആണ് റുത്തീനിയം, Ru3CO12. ദെൻ വേറൊരു എക്സാമ്പിളാണ് CO2CO8. CO2CO8ന് രണ്ട് സ്ട്രക്ചർ ഉണ്ട്. CO2CO8 സൊല്യൂഷൻ ഫേസിൽ അതിന് ബ്രിഡ്ജിങ് ഒന്നുമില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CO2CO8 ഇൻ സൊല്യൂഷൻ, ഇറ്റ് ഈസ് സൊല്യൂഷൻ, അതിൽ ബ്രിഡ്ജിങ് കാർബണൈൽസ് ഇല്ല. ഓക്കെ, നോൺ ബ്രിഡ്ജിങ് ആണ് എല്ലാ കാർബണൈൽസും. CO2CO8 നോൺ കാർബണൈൽസ് എല്ലാം നോൺ ബ്രിഡ്ജിങ് ആണ്. ദെൻ ഇറ്റ് ഈസ് DsP3 hybridized CO. Then bridged carbonyls contains bridging carbonyls. Fe3CO12ൽ 3 അയൺ സെൻറ്റേഴ്സ് ഉണ്ട്, അതിൽ 2 കാർബണൈൽസ് എന്താണ്, ബ്രിഡ്ജിങ് ആണ്. ദെൻ Fe2CO9 അതിൽ ഒരു മെറ്റൽ ബോണ്ട് ഉണ്ട്, അതിൽ 3 കാർബണൈൽസിന് ബ്രിഡ്ജിങ് ഉണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ബ്രിഡ്ജിങ് ഉണ്ടെന്ന് ചോദിക്കും. ബ്രിഡ്ജിങ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻസ് ഒന്നുമില്ല. ബ്രിഡ്ജിങ് എക്സ്പെരിമെൻ്റലാണ്. മെയിനായിട്ട് IR വെച്ചിട്ടാണ് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് ആ കാർബണൈൽ ബ്രിഡ്ജിങ് കാർബണൈലാണോ അല്ലെങ്കിൽ ടെർമിനൽ കാർബണൈലാണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിൻ്റെ പീക്ക് വാല്യൂസൊക്കെ നമ്മൾ വേറൊരു ഇതിൽ ഡിസ്കസ് ചെയ്യും. ദെൻ വേറെ ഒരു എക്സാമ്പിൾ OS2CO9 മെറ്റൽ ബോണ്ട് ഒന്നുണ്ട്. സോ ഒരു
കാർബണൈലാണുള്ളത്. കാർബണൈൽ ബ്രിഡ്ജ് കാർബണൈലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഇത് CO2 CO8 അത് സോളിഡ് സ്റ്റേറ്റിലാകുന്ന സമയത്ത് അതിന് 2 കാർബണൈൽസ് ബ്രിഡ്ജിങ് ആണ്. സൊല്യൂഷൻ ഫേസിൽ ഒന്നും തന്നെ എന്തല്ല, ബ്രിഡ്ജിങ് അല്ല. അടുത്തൊരു കോമ്പൗണ്ടാണ് CO4 CO12. CO4 CO12 കൊബാൾട്ട് ആറ്റം അതിൽ മെറ്റൽ ബോണ്ട് എത്രയാണ്, 6 ഉണ്ടാവുക. സോ അതിൽ തന്നെ 3 CO ബ്രിഡ്ജിങ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ മെറ്റൽ ബോണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ 80 ഇലക്ട്രോൺ റൂൾ വെച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇത് ബൈ ഹാർട്ട് പഠിച്ച് വെച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയാൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം എത്ര മെറ്റൽ ബോണ്ട് ഉണ്ടെന്ന്. ഓക്കെ. പിന്നെ അതുപോലെ വേറൊരു കോമ്പൗണ്ടാണ് IR4 CO12. അതിൽ ഇറിഡിയം ആറ്റംസ് എല്ലാം 4 ഇറിഡിയം ആറ്റംസ് തമ്മിൽ 6 ബോണ്ട്സ് ആണുള്ളത്. കാർബണൈൽസ് ഒന്നും എന്തല്ല, ബ്രിഡ്ജിങ് ഒന്നുമില്ല. അപ്പോൾ കൊബാൾട്ടും ഇറിഡിയം ഒരേ ഗ്രൂപ്പിലുള്ളതാണ്, പക്ഷെ താഴോട്ടാണ് വരുന്നത്. അതായത് കൊബാൾട്ടിൻ്റെ താഴെയാണ് ഇറിഡിയം വരുന്നത്. സോ സൈസ് വളരെ കൂടുതലായിരിക്കും. സോ ട്രാൻസിഷൻ മെറ്റലിൻ്റെ സൈസ് കൂടുന്നതുകൊണ്ടായിരിക്കും അതിൻ്റെ അതായത് അതിൻ്റെ കാർബണൈൽ മീൻസ് ബ്രിഡ്ജിങ്ങുള്ള ടെൻഡൻസി കുറഞ്ഞത്. സോ അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കോറിലേറ്റ് ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഓക്കെ. എന്തായാലും മെറ്റൽ ബോണ്ട് കാണാനുള്ള ഇക്വേഷനും അതിൻ്റെ എക്സാമ്പിൾസും വെച്ചിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ താഴെ ഇടുന്നുണ്ട്. ഓക്കെ. ദെൻ വേറെ കുറച്ച് കോംപ്ലക്സ് ആണ്. ഓസ്മിയത്തിൻ്റെ ഓസ്മിയം 4 CO16 ബ്രിഡ്ജിങ് ഒന്നും ഇല്ല. പിന്നെ മെറ്റൽ ബോണ്ട് 4 ആണ്. ഓസ്മിയം 4 CO15 ആകുന്ന സമയത്ത് ബ്രിഡ്ജിങ് ഇല്ല. പക്ഷേ എത്ര മെറ്റൽ ബോണ്ട് ഉണ്ട്, 5 മെറ്റൽ ബോണ്ട്സ് ഉണ്ട്. ദെൻ OS4 CO40 4 CO സെമി ബ്രിഡ്ജിങ്ങും പ്രസൻ്റ് ആണ്. കൂടാതെ അതിൽ 6 മെറ്റൽ ബോണ്ട്സ് ആണ് ഉള്ളത്. ഓക്കെ. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ ചില ഫസ്റ്റത്തെ 2 എക്സാമ്പിൾ COൻ്റെ സ്ഥാനത്ത് ലൈൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് ചെയ്തപ്പോൾ അറിയാൻ പറ്റിപ്പോയതാണ്. സോ അത് നിങ്ങളവിടെ കാർബണൈലാണ് ആ ലിഗാൻഡുകളെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ മെറ്റൽ കാർബണൈൽസുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സിനർജിക് ബോണ്ട് എന്ന് പറയുന്നത്. സിനർജിക് ബോണ്ട് എന്ന് പറയുന്നത് മെറ്റൽ കാർബണൈൽസിൽ മെറ്റലും കാർബണൈലും തമ്മിൽ 2 ടൈപ്പ് ബോണ്ടിങ് പോസിബിൾ ആണ്. അതായത് സിഗ്മ ബോണ്ടിങ് ആൻഡ് പൈ ബോണ്ടിങ്. So bonding in metal carbonyls involves both the sigma and pi bonds. The carbon metal bond is sigma and the carbon to metal bond is formed by donation of the lone pair of electrons of the carbon of CO into a suitable empty d orbital of metal atom. So important ആണ് സിനർജിക് ബോണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കാർബൺ ടു മെറ്റൽ ബോണ്ട് ഫോം ചെയ്യുന്നത് കാർബണിൻ്റെ ഫിൽഡ് ഓർബിറ്റലും കാർബണിൻ്റെ ഫിൽഡ് ഓർബിറ്റലും മെറ്റലിൻ്റെ വാക്കൻ്റ് ഓർബിറ്റലുമാണ്. മെറ്റലിൻ്റെ വാക്കൻ്റ് ഓർബിറ്റൽ, കാർബണിൻ്റെ ഫിൽഡ് ഓർബിറ്റൽ. ഓക്കെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്മ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ. ദെൻ നമുക്കിതിന് ഈ ഒരു സിനർജിക് ബോണ്ടിങ്ങിന് നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കാർബണൈൽസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പൈ 2px2 പൈ 2py2 സിഗ്മ 2pz2 പൈ സ്റ്റാർ 2px0 പൈ സ്റ്റാർ 2py ആൻഡ് സിഗ്മ സ്റ്റാർ 2pz0. അതായത് ഇതിൽ ഹോമോ എന്ന് പറയുന്നത് സിഗ്മ 2pz ആണ്. സിഗ്മ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓർബിറ്റൽ ഏതാണ്? സിഗ്മ 2pz ആണ്. സിഗ്മ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് സിഗ്മ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് സിഗ്മ 2pz ഓർബിറ്റലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഹോമോ ഏതാണ്? സിഗ്മ 2pz ആണ്. ദെൻ ല്യൂമോ ഓർബിറ്റൽ എന്ന് പറയുന്നത് പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2py ആണ്. അതാണ് പൈ ബോണ്ടിങ് അല്ലെങ്കിൽ ബാക്ക് ബോണ്ടിങ്. മെറ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺ വരാൻ, അതായത് മെറ്റലിൽ നിന്ന് കാർബണൈലിലേക്ക് ഇലക്ട്രോൺസ് വരുന്ന ഓർബിറ്റൽ പൈ സ്റ്റാർ ഓർബിറ്റൽസ് ആണ്. അതാണ് പൈ ബോണ്ടിങ്ങിന് കാരണമാകുന്നത്. ഇതിനാണ് ബാക്ക് ഡൊണേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ബോണ്ട്സ് ആണ്. സോ two electrons in homo orbital of CO are used for sigma bond with metal.
This sigma bond is not strong as normal sigma bond since CO is not a good sigma donor. അതായത് CO ഒരു ഗുഡ് സിഗ്മ ഡോണർ അല്ല. അതായത് ഈ ഒരു സിഗ്മ ഡൊണേഷൻ വഴി ഫോം ചെയ്യുന്നത് എന്തല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടല്ല, വീക്ക് ബോണ്ടായിരിക്കും അത് ഫോം ചെയ്യുന്നത്. എ റിലേറ്റീവ്ലി സ്ട്രോങ് സെക്കൻഡ് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദി മെറ്റൽ ആൻഡ് CO by back donation or back bonding or dative bonding. ഈ ഡേറ്റീവ് ബോണ്ടിങ് അല്ലെങ്കിൽ ബാക്ക് ബോണ്ടിങ് എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റലിൻ്റെ ഫിൽഡ് ഡി ഓർബിറ്റൽ donates electrons to the vacant pi star 2p orbital of CO, that is LUMO. So the CO is a good pi acceptor. Pi acceptor means a ligand which can accept electron pairs back from the metal. അതായത് മെറ്റലിന് ഇലക്ട്രോൺ ആക്സെപ്റ്റ് പൈ സ്റ്റാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ലിഗാൻസിനെയാണ് ഗുഡ് പൈ ആക്സെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, thus we can represent a metal carbonyl bond as M double bond C double bond O. Metal back donation reduces the bond order of carbon oxygen bond from 3 to near of 2. അതായത് thus increases CO bond length and decreases its bond strength. Simultaneously metal carbon bond strength increases and its bond length increases. ഇത് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഡൊണേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ പൈ സ്റ്റാർ ഓർബിറ്റലിലേക്ക് മെറ്റലിൽ നിന്നും കാർബണിൻ്റെ പൈ സ്റ്റാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് COയുടെ ആ CO ബോണ്ട് സ്ട്രെങ്ത്ത് കുറയും. അതായത് അവിടെയുള്ള ബോണ്ട് ലെങ്ത്ത് കൂടും. അതിനനുസരിച്ച് തന്നെ മെറ്റൽ കാർബൺ ബോണ്ട് ലെങ്ത്ത് ഷോർട്ടാവും, അതിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. ഈ രണ്ട് കോറിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ദിസ് ഇൻക്രീസ് ഇൻ ബോണ്ട് ലെങ്ത്ത് ഡിക്രീസസ് IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് കാർബണൈൽ ബോണ്ട്. അപ്പോൾ കാർബണൈൽ ബോണ്ടിൻ്റെ IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി നടക്കുന്ന സമയത്ത് ബാക്ക് ഡൊണേഷൻ ഉണ്ടെങ്കിൽ അവിടെ കാർബണൈലിൻ്റെ ബോണ്ട് സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അതിൻ്റെ IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി COനേക്കാളും വളരെ കുറയും. ബാക്ക് ഡൊണേഷൻ കൂടുമ്പോൾ COൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വാല്യൂ കുറയും. So metal carbon bond strength increases or bond length decreases. CO bond strength decreases or bond length increases. എന്തിനനുസരിച്ച്, ബാക്ക് ഡൊണേഷൻ അനുസരിച്ച്. ഓക്കെ, ദെൻ IR സ്പെക്ട്ര ഓഫ് മെറ്റൽ കാർബണൈൽസ്. ഫ്രീ കാർബണൈൽസിൻ്റെ 2143 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അതായത് 2143 സെൻറ്റിമീറ്ററാണ് ഫ്രീ കാർബണൈൽസ്. അതിലൊരു മെറ്റൽ ആറ്റം ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 1850 to 2125. അത് രണ്ട് മെറ്റലായിട്ടാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1700 to 1850 ആയിരിക്കും. 3 അതായത് നേരത്തെ പറഞ്ഞ μ2. ഇനി μ3 ബ്രിഡ്ജിങ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 100 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. അതായത് മെറ്റൽ കൂടുന്നതിനനുസരിച്ചിട്ട് കാർബണിൻ്റെ ബോണ്ട് സ്ട്രെങ്ത്ത് കുറയും, ബോണ്ട് ലെങ്ത്ത് കൂടും, IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നത്. കാർബണൈൽ എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടും. കാർബണൈലിൻ്റെ ബോണ്ട് സ്ട്രെങ്ത്ത് കുറയുന്നതനുസരിച്ച് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ. ഇനി കുറച്ച് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പം ഞാനിവിടെ കുറച്ച് കോംപ്ലക്സുകൾ കൊടുത്തിട്ടുണ്ട്, മീൻസ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് VCO6 മൈനസ് ആണ്, CrCO6 MnCO6+. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബോണ്ട് സ്ട്രെങ്ത്തിൻ്റെ CO ബോണ്ട് സ്ട്രെങ്ത്തിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച്, ബോണ്ട് സ്ട്രെങ്ത്ത് അനുസരിച്ച്, ബോണ്ട് ലെങ്ത്ത് അനുസരിച്ചിട്ട്, IR സ്ട്രെച്ചിങ് ഫ്രീക്വൻസി അനുസരിച്ചിട്ട്, മെറ്റൽ കാർബൺ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി അനുസരിച്ചിട്ട്, മെറ്റൽ കാർബൺ ബോണ്ട് ലെങ്ത്ത് അനുസരിച്ചിട്ട്, മെറ്റൽ കാർബൺ ബോണ്ട് സ്ട്രെങ്ത്ത് അനുസരിച്ചിട്ടുള്ള ഓർഡറൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോൾ ഇത്രയും പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മെറ്റൽ ചാർജ്, മെറ്റൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവുക, മെറ്റൽ ഇലക്ട്രോണിന് ഷോർട്ടേജ് വരുന്ന സമയത്ത് ബാക്ക് ഡൊണേഷനുള്ള ടെൻഡൻസി എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം കാർബൺ ഓക്സിജൻ ബോണ്ട്, ശ്രദ്ധിക്കുക, കാർബൺ ഓക്സിജൻ ബോണ്ട് സ്ട്രെങ്ത്ത് കൂടും. കൂടുക മീൻസ് കുറയില്ല, അതായത് ഡബിൾ ബോണ്ടിലേക്കുള്ള അത്രയും കുറയില്ല. അതായത് മെറ്റലിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, കാർബൺ ഓക്സിജൻ ബോണ്ട് സ്ട്രെങ്ത് ആവും, അവിടെയുള്ള ബോണ്ട് ലെങ്ത്ത് കുറയും. മെറ്റൽ കാർബൺ ബോണ്ട് എന്താവും, ബോണ്ട് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. അതായത് കാർബണൈലിൻ്റെ ഇത്
ബോണ്ട് ലെങ്ത്ത് കൂടുമ്പോൾ മെറ്റൽ കാർബണിൻ്റെ ബോണ്ട് ലെങ്ത്ത് കുറയാണ് ചെയ്യുക സിനർജിക് എഫക്റ്റ് കാരണം. അപ്പോൾ മെറ്റലിൽ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ബാക്ക് ഡൊണേഷൻ പോസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ മെറ്റൽ കാർബൺ ബോണ്ട് എന്തായിരിക്കും, ലെങ്ത്ത് കൂടും, സ്ട്രെങ്ത്ത് കുറയും. കാർബൺ ഓക്സിജൻ ബോണ്ട് സ്ട്രെങ്ത്ത് കുറയും, സ്ട്രെങ്ത്ത് കൂടും, ലെങ്ത്ത് കുറയും. അപ്പോൾ ഇനി ഈ എക്സാമ്പിൾ ഒന്ന് നോക്കുക. ഈ ഒരു എക്സാമ്പിളിൽ VCO6- ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ടോട്ടൽ മെറ്റലിൻ്റെ ഇലക്ട്രോൺ കൗണ്ട് എല്ലാറ്റിലും D6 ഇലക്ട്രോൺ കൗണ്ടാണ് വരുന്നത്. അതായത് വനേഡിയം C/V D3S2 പിന്നെ മൈനസ് ചാർജിലുള്ളത് ഒരു ഇലക്ട്രോണും 6. CrCO6ലും ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് 6 ആണ്. അപ്പോൾ ഇതിലെല്ലാം 6 ആണ്. പിന്നെ വനേഡിയം, ക്രോമിയം, മാംഗനീസ് വരുന്ന സമയത്ത് സൈസ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം ഇലക്ട്രോൺ ഡെൻസിറ്റി, അതായത് വാലൻസ് ഇലക്ട്രോൺസ് സെയിം ആണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് Mn+, സോ Mn പ്ലസ് Mൻ്റെ ഒരു പോസിറ്റീവ് ചാർജ്, സോ അതിന് ബാക്ക് ഡൊണേഷൻ ടെൻഡൻസി കുറവായിരിക്കും. സോ അതിൽ മെറ്റൽ കാർബൺ ബോണ്ട് ലെങ്ത്ത് കൂടുതലാണ്, CO ബോണ്ട് സ്ട്രെങ്ത്ത് കൂടുതലാണ്, CO ബോണ്ട് ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ CO സ്ട്രക്ചറിങ് ഫ്രീക്വൻസി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി ഇപ്പോൾ നെഗറ്റീവ് ചാർജ് വരുന്ന സമയത്ത് അതിന് ഏറ്റവും ഈ ഡൊണേഷൻ കൂടുതലാണ്. സോ മെറ്റൽ കാർബൺ ബോണ്ട് സ്ട്രെങ്ത്ത് കുറവും കൂടുതലും, ബോണ്ട് ലെങ്ത്ത് കുറവും, CO ബോണ്ട് സ്ട്രെങ്ത്ത് കുറവും, ലെങ്ത്ത് കൂടുതലും ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെയാണ് ഒരു ന്യൂട്രൽ കോംപ്ലക്സ് വരുന്നത്. സോ അക്കോർഡിംഗ് ടു CO സ്ട്രക്ചറിങ് ഫ്രീക്വൻസി ഇതായിരിക്കും ഓർഡർ. അക്കോർഡിംഗ് ടു CO ബോണ്ട് സ്ട്രെങ്ത്ത് ഓർഡർ ഇതാണ്, CO ബോണ്ട് ലെങ്ത്ത് ഇതാണ് ഓർഡർ. ഓക്കെ, ഇനി അതനുസരിച്ച് മെറ്റൽ കാർബൺ ഞാൻ ഒന്നാകെ പറഞ്ഞ് എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂസിങ് ആക്കുന്നില്ല. ഇനി മെറ്റൽ കാർബണിൻ്റെ ഓർഡർ നിങ്ങൾ എഴുതുക, മെറ്റൽ കാർബണിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ബേസിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, പിന്നെ വേറൊരു പോയിൻ്റാണ് വനേഡിയം കാർബൺ ബോണ്ട് ലെങ്ത്ത് ഇൻ VCO6 ഈസ് ഗ്രേറ്റർ ദാൻ VCO6-. അതായത് അതിൽ ചാർജ് കൂടുന്നത് കാരണം എന്താണ്, ബാക്ക് ഡൊണേഷൻ സെയിം റീസൺ ആണ്. ബാക്ക് ഡൊണേഷൻ കൂടുതലായിരിക്കും VCO6-ൽ. അപ്പോൾ അവിടെ ബോണ്ട് സ്ട്രെങ്ത്ത്, വനേഡിയം കാർബൺ ബോണ്ട് സ്ട്രെങ്ത്ത് കൂടുതലും ലെങ്ത്ത് കുറവായിരിക്കും. ഓക്കെ, ദ ഓർഡർ ഓഫ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി, അതായത് ഇനി ഒരു കാർബണൈലിനെ പിന്നെ ഒരു കോമ്പൗണ്ടിലെ ഏതെങ്കിലും ഒരു കാർബണൈലിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ലിഗാൻഡ് വരുന്ന സമയത്ത് അതും കാർബണൈലിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ മെറ്റൽ ആറ്റവുമായിട്ട് ഏതെങ്കിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ലിഗാൻഡാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ അപ്പോൾ മെറ്റലിന് അത്രയും ഇലക്ട്രോൺ റിച്ച് ആയിരിക്കില്ല, അപ്പോൾ ബാക്ക് ഡൊണേഷൻ കുറയും. സോ ഈ ഓർഡർ FeCO4-PF3 ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ലിഗാൻഡാണ്. അതിന് PCl3, FeCO5, പിന്നെ PmE3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയതുകൊണ്ട് ബാക്ക് ഡൊണേഷൻ കൂടും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ CO സ്ട്രക്ചറിങ് ഫ്രീക്വൻസി കുറവായിരിക്കും. അങ്ങനെ ഓർഡർ പഠിച്ചേക്കാം. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. First, the number of terminal and bridging carbonyl groups in Fe2CO9 are respectively. Answer is option B 6 and 3. The order of CO structuring vibration of CrCO6, VCO6- TiCO6 is. Correct answer is option D ആണ് ആൻസർ. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് CrCO6ലും VCO6ലും D6 വാലൻസ് മീൻസ് 6 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. Tiയിൽ 3 വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ. സോ പിന്നെ Tiൻ്റെ കമ്പയർ ടു അതിൻ്റെ സൈസ് കൂടുതലാണ്. സോ ബാക്ക് ഡൊണേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ അതിൻ്റെ കാർബണൈൽസ് എന്താണ് ബാക്ക് ഡൊണേഷൻ കൂടുതലായും CO ബോണ്ട് ലെങ്ത്ത് കൂടുതലായിരിക്കും, അവിടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറവായിരിക്കും. ഓക്കെ, ദെൻ question, the stretching frequency of CO is observed at 2143 cm inverse. The possible value of corresponding frequencies in CrCO6 and VCO6- respectively. The answer is option B 2000 cm inverse and 1860 cm inverse. The next question, only terminal CO group is present in option C IR4CO12. The species which can combine with a fragment FeCO3 to form a stable compound is. Answer is option A eta4 butadiene. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
അതിൻ്റെ 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. സോ FeCO3 അയൺ D6S2 ആണ്, ടോട്ടൽ 8 ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ 3 കാർബണൈൽസ് 2 ഇലക്ട്രോൺ വീതം 6 ഇലക്ട്രോൺസ്, സോ ടോട്ടൽ 14 ഇലക്ട്രോൺസ്. സോ 8 ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ഇലക്ട്രോൺസും കൂടി വേണം. സോ ഈറ്റ ഫോർ ബ്യൂട്ടാഡൈൻ ആണ് അത് ഡൊണേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. Which of the following compound contains a square planar metal center? That is option B IR CO4 Cl PPH3 twice. That is Vaska's complex. Vaska's complexിൽ ഇറിഡിയം സിഒയും സിഎലും ഈ രണ്ട് PPH3യും ട്രാൻസ് ആയിരിക്കും. സോ ആൻസർ ഈസ് ബി. Then which of the following statement is not true about this salt? Platinum is 4 coordinated. Ethylene molecule retain its original planarity in the complex. Hybridization of platinum is DsP2. Hapticity of ethylene is 2. Accept option B, all are correct about this salt. Ethylene molecule retains its original planarity in the complex. It's a wrong statement. Which one of is the Vaska's complex? That is trans IR PPH3 twice COCl. Okay. Then carboplatin, a platinum complex is used as an anti-cancer drug. Answer is option A. So which among the following statement regarding CO are correct? Answer is 1. In CO, HOMO is sigma, which is largely on non-bonding and is located on carbon. Then third, in CO, the HOMO is doubly degenerate and it is anti-bonding pi. Then 4, the CO, the negative end of the dipole is 1, the carbon atom, even though it is less electronegative. Answer is option B. The 3 trinuclear carbonyls known are Fe3CO12, OH3CO12 and Ru3CO12. Choose the correct statement regarding their structures. Answer is option B. OH3CO12 and Ru3CO12 are isostructural and Fe3CO12 has a different structure. Which among the following is a fluxional organometallic compounds? Answer is option A, Mn, eta5, C5, H5 twice. ഫ്ലക്ഷണൽ എന്ന് പറഞ്ഞാൽ അതിന് ഹാപ്റ്റിസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന കോമ്പൗണ്ട്സിനെയാണ് ഫ്ലക്ഷണൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈറ്റ5 നമ്മൾ പഠിച്ചു, ഈറ്റ1, ഈറ്റ3, ഈറ്റ5 പോസിബിളാണ്. ഓക്കെ. ദി സ്ട്രെങ്ത് ഓഫ് പൈ ആക്സെപ്റ്റർ ligands increase in the order of. Correct answer is option A, Cn minus, N2CO and NO plus. അതായത് NO പ്ലസ് ആണ് ബെസ്റ്റ് പൈ ആക്സെപ്റ്റർ, CN മൈനസ് പുവർ പൈ ആക്സെപ്റ്റർ ആണ്. സോ അതിന് നമുക്ക് അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് വെച്ചിട്ട് പറയാം. ഇപ്പോൾ NO പ്ലസിലാണെങ്കിൽ 15 പ്ലസ് ഇലക്ട്രോൺസ് ഉണ്ട്, CN മൈനസിലാണെങ്കിൽ 13 പ്ലസ്സേ ഉള്ളൂ. സോ സിഒയിലും N2ലും 14 പ്ലസ് ഇലക്ട്രോൺസ് ആണുള്ളത്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹോമോ-ലൂമോ എനർജി ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്. സോ അത് ഹോമോ-ലൂമോ എനർജി ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് പൈ ആക്സെപ്റ്റർ ആയിട്ട് മാറുന്നു. So NO plus is the best pi acceptor and CN minus is the poor pi acid ligand. Okay. Then the structure of FeCO5 is trigonal bipyramidal. The weak backtonation from metal to CO in metal carbonyl increases, then metal carbon bond become stronger and CO bond become weaker. Okay. Which of the following is the salt of an organic acid? Option A, Rochelle salt. The order of CO stretching frequency in the series of VCO6 minus MnCO6 plus and CrCO6. Correct answer is option C. We will discuss the problem. Okay. Which of the following has ionic Ml bonding? Answer is option C, magnesium ബേസ് ചെയ്തിട്ട്. സോ അതാണ് അയണിക് മെറ്റൽ L ബോണ്ടിങ് ഉള്ളത്. Fe2CO9 is a diamagnetic carbonyl compound because metal bond. The metal bond in this molecule. Next, highly electropositive metal forms
ionic organometallic compound. The correct trend in metal carbon stretching frequency of VCO6 minus CrCO6 and MnCO6 plus is, the correct answer is option B, means VCO6 minus CrCO6 and MnCO6 plus.